Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പി ആണ്. അതെന്നാ ചോദിച്ചാൽ ചിക്കൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റെസിപ്പീസ് കണ്ടുപിടിച്ചിട്ടുള്ളതും നമ്മളിവിടെ ചെയ്തിട്ടുള്ളതും. ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിതിന് മുന്നേ ചെയ്തതായത്, പക്ഷെ എന്നാ പറയുക, ബേസിക് ഒരു അഭിപ്രായങ്ങൾ കേട്ടേച്ച് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഒരെണ്ണമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ പെരട്ടാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എളുപ്പത്തിലാണ് ചെയ്യാൻ പോകുന്നത്. മറ്റല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന പൊടിയെല്ലാം കൂടെ ചേർത്ത് ചിക്കനകത്ത് പെരട്ടി വെച്ച് ഒന്ന് വേവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പെരട്ടി വെച്ചേച്ച് ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് നോക്കിയോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ചതച്ചതോ പേസ്റ്റോ അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചതോ. പിന്നെ വേണ്ടിയ കുറച്ച് സവാള, പച്ചമുളക്, ടൊമാറ്റോ, മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ട ചെയ്യാൻ പോകുന്നത്. അതിന് ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുറച്ച് വറ്റൽമുളക് അരച്ച് വെച്ചേക്കുക, ഗരം മസാല, കുരുമുളക്, മല്ലിപ്പൊടി, കുറച്ച് തേങ്ങാപ്പാൽ. ഇപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ടാവും. പിന്നെ കുറച്ച് മല്ലിയില. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇത് ശരിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. അതല്ല റിഫൈൻഡ് ഓയിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കടുക് അങ്ങനത്തെ ഒക്കെ കടുകിടാം. പിന്നെ ചിലർ ചിക്കൻ കറി വെക്കുമ്പോഴത്തേന് ഇച്ചിരി ഉലുവയൊക്കെ ഇടുന്നവരുണ്ട്. ഉലുവ ഇട്ടാൽ ഒരു തരക്കേടുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പെട്ടെന്ന് വിചാരിക്കും ഇത് മീൻകറി കൂട്ടിരിക്കുമെന്നേ, പക്ഷേ മീൻകറി കൂട്ടി ഒന്നും ഇരിക്കുകയില്ല. ഇച്ചിരി ഉലുവ ഇട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കടുക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഞാൻ കടുക് ഇടുന്നില്ല. ഡയറക്റ്റായിട്ട് ഞാൻ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റി ഓരോന്നായിട്ട് ഇടുക ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ടല്ലേ ഇടുന്നതെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ആദ്യം പൊടിയെല്ലാം ചേർത്തേച്ചാ ചിക്കൻ ഇടുന്നത്. പക്ഷേ ഇതിനകത്ത് എണ്ണ ഒരു ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ കുറച്ച് വെച്ച് തേങ്ങാപ്പാലിൽ നിന്ന് ഊറുന്ന എണ്ണ കൊണ്ട് ഉണ്ടാക്കുന്ന ഓയിൽ ഫ്രീ ചിക്കൻ വരെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ അത്രയും തേങ്ങാപ്പാൽ എടുക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഉപേക്ഷിച്ചെന്ന് വെച്ചോ, എണ്ണ വേണ്ട. എണ്ണ ഇല്ലാണ്ട് നമ്മൾ നിറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ ഇതെല്ലാം വേവിച്ച് ലാസ്റ്റ്, അതായത് ഇതെല്ലാം അങ്ങ് പറ്റി കഴിയുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ ഊർന്ന് വെച്ചിട്ട് എണ്ണ ഉണ്ടാവും. ആ എണ്ണയിൽ ചിക്കൻ മുരിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഹെൽത്തിയാണ്. ഇത് പക്ഷേ ഇപ്പം ഞാൻ എണ്ണ ചേർത്തേച്ചാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് സവാളയുടെ കൂടെ കുറച്ച് പച്ചമുളകൊക്കെ നിറച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ അരച്ച മുളക് ചേർക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം. ഉള്ളി ഒന്ന് ഇച്ചിരി വേഗം വാടാനായിട്ട് ഇച്ചിരി ഉപ്പിടുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലോണം വഴന്ന് വരാനുള്ള ഒരു സാധനവും കൂടി തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതായത് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇടുക. ബേസിക്കലി എല്ലാവർക്കും പറ്റുന്ന ഒരു അപ്പത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും അളവറിയാതെ പോകുന്നതാണ്. 1 കിലോ കോഴിക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂണ് വെളുത്തുള്ളിയോ ആണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ അരയ്ക്കുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 ടീസ്പൂണൊക്കെ ചേർക്കാം. ഉള്ളി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. നല്ലോണം വഴറ്റാവുന്ന എത്ര വഴറ്റാമോ അത്രയും നല്ലതായിട്ട് വഴറ്റാം. പിന്നെ അതല്ല, കുറച്ച് നമുക്കൊരു ഒരു അരപ്പൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് വഴറ്റണ്ട, ആവശ്യത്തിനൊന്ന് വഴറ്റിയേച്ച്. അതായത് പക്ഷേ പറയുന്ന പച്ചച്ചൊവ്വ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ആ കുത്തലൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയുടെയും ആ ഇഞ്ചിയുടെയും ഒക്കെ ഒരു കുത്തൽ ത്രൂ ഔട്ട് ഈ ഒരു കറിക്കകത്തുണ്ടാവുമേ. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി എത്ര വഴറ്റാമോ അത്രയും വഴറ്റുക. അരപ്പ് വേണം എന്ന് തോന്നുന്നവർക്ക് മാത്രം ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട, ഒരു
ഇടത്തരം മീഡിയം ആയിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നിർത്താം. ഒരു പരിധി വരെ അതിനെ വാട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് പൊടിയൊക്കെ ഒന്ന് ചേർക്കട്ടെ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി ഗരം മസാല, ഈ അരപ്പൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഈ ഇറച്ചി ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്ത് നമ്മൾ കുരുമുളകും പച്ചമുളകും ഇപ്പം എരിവിന് ചേർത്തേക്കുന്നത്. നമ്മുടെ എരിവ് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാൻ. ഇപ്പം ആസ് ഇറ്റ് ഈസ് ഞാനൊരു 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല കാശ്മീരി അല്ല, സാധാ എരിവുള്ള മുളകാണ്. ഇതിനകത്തോട്ട് പുളിക്കുള്ള ടൊമാറ്റോ, ഇതിപ്പോൾ നമ്മൾ ശരിക്കും സാധാ നമ്മുടെ പൊടികളെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ പെരട്ടാണിത് ശരിക്കും. ഇതല്ല, നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വേണം, ഒരു വേറെ ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറച്ചൊരു വ്യത്യാസ ഫ്ലേവർ ആണെങ്കിൽ ഒരു എന്താ പറയുക ചിക്കൻ മസാല എന്ന് പറഞ്ഞ് കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. ആ പൊടിയും കൂടെ ഒരു 2 ടീസ്പൂൺ ചേർത്തേച്ചാൽ മതി. ഒരു നല്ല ടേസ്റ്റും കൂടെ വരിക. പിന്നെ ഇതിനകത്ത് കറിവേപ്പിലയും മല്ലിയിലയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ രമ്പയില എന്ന് പറഞ്ഞിട്ടൊരു ഇല കിട്ടാറുണ്ട് വാങ്ങാനായിട്ട്. അത് ശരിക്കും ബിരിയാണിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് ചില സ്ഥലത്തൊക്കെ ഓൾ സ്പൈസസ് എന്ന് പറയുമെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ അതിന് രമ്പയില എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല മണമാണ്. ബിരിയാണിക്കകത്ത് ഇടുവാണെങ്കിലും ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇടുവാണെങ്കിൽ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഒരു 2 ഇല, ഒരു ഇലേനെ എന്താ പറയുക, അതിൻ്റെ പകുതി ഇട്ടേച്ചാലും മതി, ഇലയുടെ പകുതി ഇട്ടേച്ചാലും മതി. ഒരു ശക്കലം എരിവും കൂടെ ഞാൻ ഇടുന്നുള്ളൂ, 1 സ്പൂണും കൂടെ. പിന്നെ നല്ലൊരു നിറവും അതിനുള്ള എരിവും കൂടെ ഉണ്ടാവും. ഓരോ സ്റ്റേജിലും ഒരു ഇച്ചിരി കറിവേപ്പില ഇടുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. ഇനി ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഞാൻ ഇട്ടു കഴിഞ്ഞു. അതായത് കംപ്ലീറ്റ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സകല സാധനവും, എരിവ് മാത്രം ഞാൻ പറഞ്ഞല്ലോ അവനവൻ്റെ ഇഷ്ടത്തിന്. പച്ചമുളകാണെങ്കിൽ അങ്ങനെ, കുരുമുളകിനാണെങ്കിൽ അങ്ങനെ, അതല്ല ചുമന്ന മുളകാണെങ്കിൽ അങ്ങനെ, അതെല്ലാം ചേർത്ത് അരപ്പെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി വെള്ളം ഒഴിച്ചേച്ചല്ല നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാണേ. ഇതിന് കട്ടി ഒരൊറ്റ തേങ്ങാപ്പാൽ ഒഴിച്ചേച്ചാൽ മാത്രം മതി. ഇത് ശരിക്കും ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചേർത്തേക്കുന്ന ഒന്നും വഴറ്റാതെ തന്നെ എല്ലാം ഇറച്ചി പൊടിയും എല്ലാം കൂടെ പെരട്ടി എടുത്തേച്ച്, ഉള്ളി ഉൾപ്പെടെ പെരട്ടി എടുത്തേച്ച്, ഇവിടെ വെച്ചിരിക്കുന്ന സകല സാധനങ്ങളും ഒരുമിച്ചാക്കി പെരട്ടി എടുത്തേച്ച് ഇതേപോലെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്ത് വറ്റി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ഊറും. ആ എണ്ണയിൽ നിന്നാണ് നമ്മൾ പിന്നെ അതിനെ മുരിച്ചെടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ബാക്കിയെല്ലാം വഴറ്റി നല്ലോണം ചേർത്തിട്ടുണ്ട്. ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് വറ്റുമ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയും തേങ്ങാപ്പാലിൽ നിന്ന് ഊറിയ എണ്ണയും കൂടെ കാണും. അതിട്ട് നമ്മുടെ ഇറച്ചി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ. ഇതിനകത്ത് എക്സ്ട്രാ ഒച്ചിരൂടെ ഒരു പടിക്ക് മുകളിലൊരു ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ മസാലയുടെ ഒരു 2 ടീസ്പൂൺ മസാല പൗഡറും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് ടേസ്റ്റ് വരുത്തണമെങ്കിൽ ഇത് നല്ല വെന്ത് നല്ല മുരിഞ്ഞ് വരണം. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള സാധനം കൂടെ എനിക്ക് ഉണ്ടാക്കാനുണ്ട്.